ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നാഷണൽ ഡേ പ്രമാണിച്ച് നമുക്ക് 2-3 ദിവസത്തെ അവധി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവധി ദിവസമൊന്നും വെറുതെ വിടാനായിട്ട് പറ്റത്തില്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആകെ ഒരു ഓഫ് ഡേ കിട്ടുമ്പോഴാണ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് കേട്ടോ ഞാൻ. അപ്പോൾ ഈ 3 ദിവസത്തെ ട്രിപ്പെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിയുടെ 2-3 കൊളീഗ്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു, നല്ല തലവേദന ഉണ്ടായിരുന്നു. തലേ ദിവസം ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്നതിന് പുള്ളിയെ പിക്ക് ചെയ്യാൻ പോകണമുണ്ടായിരുന്നു. പിന്നെ രണ്ട് മാമനും മാമി അപ്പച്ചി അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കാണാനൊക്കെ പോയിട്ട് വെളുപ്പിന് ഒരു 2:30 വന്ന് കിടന്നുറങ്ങിയിട്ട്, എന്നിട്ട് പിന്നെ രാവിലെ 7:30 പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. എങ്കിലും പോകാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ 2-3 കൊളീഗ്സിനെയൊക്കെ പിക്ക് ചെയ്ത് നമ്മൾ പോണ വഴിക്ക് കണ്ടതാണ് കേട്ടോ ഇത്. ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. ഇതേമാതിരി ഒരു വണ്ടി വന്നിട്ട് അത് തന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ വേസ്റ്റൊക്കെ നീക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുജിയറിലോട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഞാൻ മുന്നേ പോയിട്ടില്ല, പക്ഷേ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ ഒരു 1.5 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം നമ്മൾ ഫുജിയറിലെത്തി. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അത് നമ്മുടെ നൂരി കാണുന്ന കടലാണ്. ഇങ്ങനെ കപ്പലൊക്കെ ഇതുവഴി ഇങ്ങനെ പോകുന്ന കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ചുറ്റും നല്ല റോക്ക് മൗണ്ടെയ്ൻസ് ആണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള റോക്ക്. അപ്പോൾ അതിൽ നിന്ന് റോഡ് വെട്ടിയിട്ടാണ് കുറേ ടണൽസൊക്കെ ആയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്കുള്ളൊരു വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമുക്ക് താഴെ പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ടാണ് മുകളിൽ വന്നത്. അപ്പോൾ മുകളിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേമാതിരി ചുറ്റി താഴോട്ട് നമ്മൾ നടന്നിറങ്ങണം, തിരിച്ച് നടന്ന് കയറുകയും വേണം. അപ്പം ഞാനിങ്ങനെ ആലോചിക്കണം, ദൈവമേ ഈ വെയിലത്ത് ഞാൻ ഇത്രയും ദൂരം ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യണമല്ലോ, എങ്ങനെയാണെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്ക് പോകാണ്ടിരിക്കാനും പറ്റത്തില്ല. കാര്യം ഒന്നാമത്തെ കാര്യം ഞാൻ വരണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലം, രണ്ടാമത്തെ കാര്യം ആകെ കിട്ടുന്ന ഒരു ഓഫ് ഡേ ആണ്. അപ്പം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമൊക്കെ മാക്സിമം എൻജോയ് ചെയ്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാനും ഒന്ന് ആക്റ്റീവായി. അപ്പോൾ പുള്ളിയുടെ കൊളീഗ്സ് വന്നിട്ടുണ്ടായിരുന്നതിലൊരു അങ്കിള് എനിക്ക് മെഡിസിനൊക്കെ തന്നിരുന്നു കേട്ടോ. അപ്പോഴും ഞാനങ്ങ് ഓക്കെ ആയി. അത് നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അപ്പോൾ അതേ മുകളിൽ നമ്മൾ ഓരോരോ സ്റ്റെപ്പ് താഴെ ഇറങ്ങുമ്പോഴത്തേക്കും കാണുന്ന വ്യൂ ആണിത്. അടിപൊളിയായിരുന്നു. വീഡിയോയിൽ എത്രത്തോളം എനിക്ക് അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നേരിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങുന്ന വഴി തന്നെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു പൂക്കൾ, അത് നല്ല വൈബ്രൻറ്റ് കളേഴ്സിലുള്ള പൂക്കളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന ഭാഗത്ത് ഇതേമാതിരി ഇതൊരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോഴും ഞാൻ പറയുകയാണ്, ഇതൊക്കെയാണോ വെള്ളച്ചാട്ടം? അതൊക്കെ നമ്മുടെ ആതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം, അതാണ് വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഈ ഒരു വേ കണ്ടല്ലേ, ഈ ഒരു പാത്ത് ഇതേമാതിരിയാണ് ചുറ്റിനും ഇങ്ങനെ ഇറങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഇറങ്ങുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലെ ദൈവമേ ഇങ്ങനെ തിരിച്ചു കയറും. അപ്പോൾ ഇതായിരുന്നു ആ വെള്ളച്ചാട്ടം. സത്യം പറയാലോ, ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ ഇതിനു മുന്നേ ഇത്രയും മനോഹരമായിട്ടൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പയ്യനുണ്ടല്ലോ, സുഹൃത്തുക്കളെ നിങ്ങളിത് കാണുക, ഭൂമിയിലൊരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് എന്നൊക്കെ പറയുന്നൊരു പയ്യൻ വരത്തില്ലേ. സത്യം പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിൽ ആ ഒരു എക്കോ ആയിരുന്നു മുഴങ്ങിക്കൊണ്ടിരുന്നത്. അത്രയ്ക്കും അടിപൊളിയായിട്ടൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് പറയത്തേ ഇല്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഹാങ്ങിങ് ഗാർഡൻ എന്നാണ് കേട്ടോ ഈ ഒരു ഗാർഡൻ്റെ പേര്. നമ്മൾ വന്ന വഴിയൊക്കെ കണ്ടില്ലേ, ഇത് ഇത്രയും ഇനി തിരിച്ചു കയറാനായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ എന്നെപ്പോലെ നടക്കാനായിട്ട് മടിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കയറിയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ചുറ്റും കാണാം. പക്ഷെ നമ്മൾ അല്ലാണ്ട് തന്നെ മൊത്തവും നടന്ന് കണ്ടു, കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ ഒരുപാട് സന്തോഷിച്ചൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ എൻ്റെ മുഖത്ത് ചെറിയൊരു സങ്കടമൊക്കെ വന്ന് തുടങ്ങി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി തിരിച്ച് കയറണമല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും വരണോണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ തളരുമെന്ന് വെച്ചിട്ട് വെള്ളമൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കാറ്റും ഒക്കെ കൊണ്ടിട്ട് അത് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വെയിലുണ്ടായിരുന്നു വെച്ചാൽ വെയിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഡിസംബറൊക്കെ ആയല്ലോ, ക്ലൈമറ്റൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. നമുക്ക് വെയിൽ ഭയങ്കരമായിട്ട് ചൂടിങ്ങനെ തോന്നത്തില്ലായിരുന്നു, തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോറി, ഞാൻ പാസിൻ്റെ കാര്യം പറയാൻ മറന്നല്ലോ. 5 ദിറം പെർ പേഴ്സൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ 5 ദിറംസ് കൊടുത്തിട്ട് നമ്മൾ ഒരാൾക്ക് എൻട്രി ഫീസ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് പോവാണ്. പോകുന്ന വഴിയിൽ ഒട്ടുമിക്കയിടത്തും ഇതേമാതിരി ടണൽസ് കാണാം കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത് മൊത്തം റോക്ക് മൗണ്ടെയ്ൻസ് ആണ്. അപ്പോൾ അതിനെ വെട്ടി ഇതേമാതിരി ടണൽസ് ആക്കി റോഡ്സൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ സമ്മതിക്കണം അവരെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി. നല്ല വിശന്ന് വലഞ്ഞിട്ടൊരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ ഫുൾ വെറൈറ്റീസ് ഓഫ് ബിരിയാണീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നാലും അവസാനം കറങ്ങി ചുറ്റി നമ്മൾ ചിക്കൻ ബിരിയാണി തന്നെ എത്തുമല്ലോ. അങ്ങനെ അത് കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. മസാലയൊക്കെ ഡിഫറെൻ്റ് ആണെങ്കിലും എനിക്ക് എന്തോ ടേസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അത് ആക്ച്വലി ഒരു ബീച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും
നമ്മളിതേപോലെ പാർക്കിങ്ങിന് ഫീ അടയ്ക്കണം. അത് നമ്മൾ സെൽഫ് പേ ആണ് ചെയ്യേണ്ടത്. അത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തോ പുള്ളി ഇങ്ങനെ മെസ്സേജ് അയച്ചും എന്തൊക്കെ ചെയ്യുന്നത് കണ്ടായിരുന്നു. അങ്ങനെ പാർക്ക് ചെയ്തു, അതല്ലെങ്കിൽ ഫൈൻ വരുമെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇതാ പാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കോർഫക്കാൻ എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ നേരത്ത് നമ്മളിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് എല്ലായിടത്തും ഇതേമാതിരി ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ വണ്ടി ഇല്ലെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ടൈം എപ്പോൾ വരുന്നോ അപ്പോൾ മാത്രമേ നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിലും അതൊരു ഫൈനാണെന്നാണ് കേട്ടോ ഞാൻ കേട്ടുള്ളത്. അപ്പോൾ അതാ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എനിക്കിതൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാനും ഇതേമാതിരി വെയിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയാണ്. ആ ഒരു സിഗ്നലിൽ നമുക്ക് നടക്കാനുള്ള സമയം വരുമ്പോഴത്തേക്കും നമുക്ക് നടക്കാം. ദേ വന്നിട്ടുണ്ട്, ഗ്രീൻ സിഗ്നൽ കണ്ടു. അന്നേരത്തെ എത്ര വണ്ടി വന്നാലും അവരൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിന്നോളും. നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോകണം. സോ ഇതാണ് ആ ബീച്ച്. ഈ ബീച്ച് ഞാൻ നിങ്ങളെ കാണിച്ച സമയത്ത് തന്നെ അതിൻ്റെ സൈഡിൽ വേറൊരു വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കഥ ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ നേരെ ബീച്ചിലെത്തി. എനിക്ക് ഇതേമാതിരി സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് ഹരിയേട്ടനും. എല്ലായിടത്തും പോകാനും ഓരോരോ സ്ഥലങ്ങൾ കാണാനും അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പുള്ളിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നേരെ കടൽ കണ്ടപ്പോഴത്തേക്കും ഞാനൊന്ന് കാല് നനച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഭയങ്കര ഗമയിൽ ഞാനൊന്നുമില്ല, ഞാനിവിടെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് നിന്നെങ്കിലും ഇവരൊക്കെ വെള്ളത്തിൽ ഇറങ്ങണ കണ്ടപ്പോൾ എനിക്കും തോന്നി, നല്ല തണുത്ത കാറ്റ്, തണുത്ത വെള്ളമല്ലേ, ജസ്റ്റ് ഒന്ന് കാല് നനച്ചിട്ട് വരാമെന്ന്. പക്ഷേ എനിക്ക് തോന്നി കേട്ടോ, ഒരു ജോഡി ഡ്രസ്സും കൂടെ കയ്യിൽ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വെള്ളത്തിലൊക്കെ എല്ലാവരും കുളിക്കുകയും അതേമാതിരി തന്നെ ഫുട്ബോൾ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേരവിടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് വേറെ ആളുകളുടെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും ക്യാപ്ചർ ചെയ്യാത്ത കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊക്കെ കളിച്ചു. അപ്പോൾ പുള്ളിക്കൊരു കോൾ വന്നപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ്, ഉപ്പ് വെള്ളത്തിൽ ഫോൺ പോയാൽ ഒരു രസം ഉണ്ടാകത്തില്ല കാണാനായിട്ട്, അതുകൊണ്ട് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ അർജൻറ്റ് കോളായതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അധികം നേരം ഇവിടെ നിന്നാൽ തിരയൊക്കെ അടിച്ച് ഡ്രസ്സൊക്കെ ഇല്ലാണ്ടായ പിന്നെ തിരിച്ച് നമുക്ക് പോവാണ്ടല്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോവാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന പുള്ളി ആ ചേട്ടൻ വന്നിട്ട് ഷൂസ് ഇട്ടുകൊണ്ട് കാല് നനയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആദ്യം കണ്ട ആ വെള്ളച്ചാട്ടത്തിലോട്ട് നടന്നു പോകുന്ന ഇവർ പറയാം നല്ല രസമായിരിക്കും അങ്ങോട്ടൊക്കെ പോയി കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് നടക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു, ഞാനില്ല, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ ഇവിടെ എങ്ങനെ ഇരുന്നോളാം, ബിരിയാണി കഴിച്ചിട്ടായി നടക്കുന്നത്, എത്രയും ദൂരം തിരിച്ച് നടക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തിയിട്ട് എങ്ങനെയൊക്കെയോ അവരെയും പിടിച്ച് വലിച്ചിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു പോവാണ്. ഒരു ഈവനിങ് ഒക്കെ ആയി കേട്ടോ. നമ്മൾ ഉച്ചവരെ ഒരു സ്ഥലത്തും മറ്റേ ഹാങ്ങിങ് ഗാർഡനിലും, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ഈ ബീച്ചിലുമായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയാണിത്. എല്ലാ സ്ഥലത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു തണുപ്പ് സമയം, ഒരു ഡിസംബർ ആ ഒരു കാലമൊക്കെ ആകുമ്പോഴാണ് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ചെടികളൊക്കെ, ഒത്തിരി പൂക്കളൊക്കെ പിടിക്കുന്ന ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കാറുണ്ട് കേട്ടോ. ഞാൻ മുന്നേ വന്ന സമയത്തും അതേപോലെ ആയിരുന്നു. അതൊരു തണുപ്പ് സമയമായിരുന്നു, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആ ഒരു ടൈമൊക്കെ ആയിരുന്നപ്പോൾ തന്നെ ഇതേമാതിരി ഒത്തിരി പൂക്കളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ ഈ ഒരു സമ്മർ ടൈമിൽ വെക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആ സമയത്ത് വന്നിട്ടില്ല. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ അതേ കണ്ടില്ലേ, രണ്ട് വശവും മൗണ്ടെയ്ൻസ് ആണ്. നമ്മൾ കുറേ ആ ഒരു ഗാർഡൻ ഏരിയ റോഡും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകുന്ന സ്ഥലം മൊത്തം ഇതേമാതിരി ടണൽസും അതേപോലെ തന്നെ ചുറ്റും ഇതേമാതിരി മൗണ്ടെയ്ൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ തണുത്ത കാറ്റും ഒക്കെ കൊണ്ട് ഇങ്ങനെ ഇതുവഴി പോകാനായിട്ട്. ഈ ഒരു ടണൽ എനിക്ക് തോന്നുന്നു നല്ല നീളം ഉണ്ടായിരുന്നൊരു ലോങ്ങസ്റ്റ് ആയിട്ടൊരു ടണലായിരുന്നു. ഇതൊക്കെ നിർമ്മിച്ച ആൾക്കാരെയൊക്കെ സമ്മതിക്കണം അല്ലേ. പിന്നെ കുറേയൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത വീഡിയോ എടുക്കുന്നത്, കാര്യം അത് മൊത്തം നമുക്കങ്ങനെ എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ആവശ്യമുള്ള വീഡിയോസൊക്കെ എടുത്തു. കണ്ടില്ലേ, ഒരു ടണൽ കഴിയുമ്പോൾ കുറച്ച് റോഡ്, അത് കഴിയുമ്പോൾ അടുത്ത ടണൽ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് പോവാണ്. തിരിച്ച് പോകാൻ നേരത്ത് എൻ്റെ മനസ്സിൽ ഫുൾ ഓഫ് ജോയ്, ഹാപ്പിനെസ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. കാര്യം നമ്മൾ വന്നിട്ടില്ലാത്തൊരു സ്ഥലത്ത് വന്നു, പിന്നെ കാണാത്ത കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടാണ് തിരിച്ചു പോകുന്നത്. പോകുന്ന വഴിയിൽ ഉറക്കം വരാണ്ടിരിക്കാൻ, ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കില്ല, അപ്പോൾ ഉറക്കം വരാണ്ടിരിക്കാനായിട്ട് യൂട്യൂബിൽ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് നന്നായിട്ട് ഫുൾ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഈവനിങ് ആയി. അവരൊക്കെ അവരുടെ റൂമിൽ കൊണ്ടാക്കി തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന നേരം ഒരു സൺസെറ്റൊക്കെ ആവുന്ന ആ ഒരു ടൈമായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ വെച്ച് രണ്ടുപേരും സംസാരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും നല്ല ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസൊക്കെ പരസ്പരം ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പോയി എന്തുണ്ടാക്കും എന്നുള്ള ചർച്ചയായിരുന്നു. പിന്നെ വെച്ച് വേണ്ട, എന്തായാലും രാത്രിയായി, നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട്. വിശപ്പുണ്ടായിരുന്നില്ല, എനിക്കൊന്നും ആ ബിരിയാണി കഴിച്ചിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല. ഒരു മിൻറ്റ് ലൈമ് പിന്നെ ഒരു ഷവർമയൊക്കെ കുടിച്ചു.
എനിക്ക് ആക്ച്വലി ഇതിൽ ഈ മിൻറ്റിട്ട ലൈം എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഹരിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനും എന്നാൽ അത് മതിയെന്ന് പറഞ്ഞ് വാങ്ങിച്ചത്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്, എനിക്കത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇനിയും നമ്മുടെ വരും മെമ്മറീസൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.